Hi friends, let's discuss the activities of the ballad The Father Gilligan. നോക്കാം. Activity 1. Answer the question by choosing the most appropriate answer from the option given. അല്ലെ, താഴെ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് അല്ലെ. ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല, ആൻസർ കണ്ടെത്താൻ പണ്ടേ നമ്മൾ ഉഷാറാണല്ലേ മക്കളെ. അപ്പൊ എന്ത് ചെയ്യാം? The people of the Father Gilligan's parish were എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാരിഷിലെ ഫാദറിന്റെ പീപ്പിൾസ് എന്താണ് അവർ ഫേസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. ടോയിലിംഗ് ഇൻ ദ ഫീൽഡ്, അവരിങ്ങനെ അടുത്ത് വർക്ക് ചെയ്യുകയാണ്. സഫറിങ് ഫ്രം എപ്പിഡമിക്, അവർ വലിയൊരു പകർച്ചവ്യാധി ഫേസ് ചെയ്യുകയാണ്. സെലിബ്രേറ്റിംഗ് ഈസ്റ്റർ, ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യാണ്. നോഡിങ് ദർ ചെയർ, ചെയറിൽ ഉറങ്ങുകയാണ്. ആണോ മക്കളെ? എന്താണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദ പീപ്പിൾ ഓഫ് ദ ഫാദർ ഗില്ലിഗൻ പാരിഷ് സഫറിംഗ് ഫ്രം ആൻ എപ്പിഡമിക് ആണ് അല്ലെ. എന്താണ്? അവര് വലിയൊരു ദുരന്തം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. Then second, the old priest was dash. നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ് ഇപ്പൊ എങ്ങനെയാണ്? നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ് ഫാദർ ഗില്ലിഗന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? എനർജറ്റിക് ആണോ? അല്ല അല്ലെ. വിയറി, ഫ്രഷ്, ആംഗ്രി അല്ലെ. ഫ്രഷും ആംഗ്രിയും അല്ല, അദ്ദേഹം എന്താണ്? വിയറി ആണ് അല്ലെ. അങ്ങേയറ്റം അദ്ദേഹം ക്ഷീണിതനാണ് കേട്ടോ. ക്ലിയർ? Then മാവ്രോൺ, മാവ്രോൺ മീൻസ് എന്താണ്? മാവ്രോൺ എന്ന് ഉറക്കെ അദ്ദേഹം സങ്കടം കൊണ്ട് നിലവിളിക്കുന്നുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ ആ വിഷമം കൊണ്ട് അദ്ദേഹം ഉറക്കെ നിലവിളിക്കുകയാണ്. അതിനുള്ള ഒരു മീനിങ് എന്താണെന്നാണ് നോക്കുന്നത്. മാവ്രോൺ എന്ന് പറഞ്ഞാൽ മൈ ഡിയർ വൺ ആണോ? ഗോഡ് ബ്ലെസ് യു എന്നാണോ? ആൻ എക്സ്പ്രഷൻ ഓഫ് സാറോ, ഗോഡ് ബി വിത്ത് യു എന്നാണ്. എന്താണ്? നമ്മളെ വിഷമം വരുമ്പോ അല്ലെ, ആൻ എക്സ്പ്രഷൻ ഓഫ് സോറോ ആൻഡ് ഗ്രീഫ് അല്ലെ, ഓർ ഗ്രീഫ് അല്ലെ. ഗ്രീഫ് വരുമ്പോഴും സോറോ വരുമ്പോഴൊക്കെ നമ്മൾ എക്സ്പ്രഷൻ ചെയ്യുന്ന ഒരു വേർഡാണ് മാവ്രോൺ. നമ്മൾ ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞ് കരയില്ലേ, അതുപോലെ തന്നെയാണ് അധികമായിട്ടുള്ള വിഷമം, ഗ്രീഫ് വരുമ്പോഴാണ് നമ്മൾ മാവ്രോൺ എന്ന് വിളിക്കുന്നത്. സോ ആൻ എക്സ്പ്രഷൻ ഓഫ് സോറോ. ക്ലിയർ? Father Gilligan awoke with a start, realizing that he had not അല്ലെ. പെട്ടെന്ന് നെട്ടി ഉണർന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? Raised his horse, done his duty, finished his homework, said his prayer അല്ലെ. അതൊന്നുമല്ല. എന്താണ്? ഡൺ ഹിസ് ഡ്യൂട്ടി. അദ്ദേഹം എന്ത് ചെയ്യാതെയാണ് ഉറങ്ങിപ്പോയിട്ടുള്ളത്? അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു അല്ലെ. അദ്ദേഹം വരാമെന്ന് പറഞ്ഞു പോയിട്ടുള്ള ഒരാളുടെ ഒരു അന്ത്യകുദാശ ചടങ്ങുകൾ ചെയ്യാനുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അത് ചെയ്യാതെയാണ് അദ്ദേഹം ഉറങ്ങി രാവിലെ ഉണർന്നത്. ഓക്കെ, അപ്പോ ഡൺ ഹിസ് ഡ്യൂട്ടി, ഐ മീൻ ദാറ്റ് ഹി ഹാഡ് നോട്ട് ഡൺ ഹിസ് ഡ്യൂട്ടി. ഓക്കെ. The word flock in the context of the poem means അല്ലെ, flock of sheep നമ്മൾ പറയാറുണ്ട് അല്ലെ, ഒരു കൂട്ടം, ആട്ടിൻകൂട്ടം എന്നൊക്കെ പറയാനാണ്. അപ്പൊ ആ ഫ്ലോക്കിന് നമ്മുടെ പോമിൽ എന്താണ് മീനിങ് വരുന്നത്? സ്പാരോസ്, സ്റ്റാർസ് ഇൻ ദ സ്കൈ ആണോ? അല്ല. പീപ്പിൾ ഇൻ ദ പാരിഷ് അല്ലെ, പാരിഷിലെ ജനങ്ങൾ, പാരിഷേഴ്സ് അല്ലെ, പാരിഷിലുള്ള ആളുകൾക്കാണ് ഇവിടെ ഫ്ലോക്ക് എന്ന് പറയുന്നത് അല്ലെ, അവിടുത്തെ ആ കൂട്ടം ജനങ്ങൾക്ക്. Who is the wrapped in purple robes അല്ലെ, പർപ്പിൾ റോബ്സ്, ആ ഒരു പർപ്പിൾ തുണി കൊണ്ട് ആരാണ് റാപ്പിഡ് ചെയ്തിരിക്കുന്നത്? മൂടി വന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഫാദർ ഓഫ് ഗിലിഗൺ ആണോ വന്നത്? അല്ല. സ്റ്റാർ ആണോ? അല്ല. ഗോഡ് ആൻഡ് സ്പാരോ ആരാണ് മക്കളെ? ദൈവമാണ് അല്ലെ. ദൈവം അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഫാദർ ഗിലിഗൺ ചെയ്യേണ്ട ഡ്യൂട്ടി അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിന് പകരം എങ്ങനെ വന്നു? പർപ്പിൾ റോബ്സ് മൂടിക്കൊണ്ട് ദൈവമാണ് ആ ഒരു രൂപത്തിൽ വന്നത്. The expression green swords refers to എന്താണ്? ഗ്രീൻ സോഡ് അല്ലെ, പച്ച പുൽത്തകിടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഉദ്ദേശിച്ചത്? അങ്ങനെ പച്ച പുൽത്തകിടിക്ക് താഴെ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? ഗ്രേവ്സ് കവേർഡ് ഓവർ ബൈ ഗ്രീൻ ഗ്രാസ് എന്നാണ് അല്ലെ. എന്താണ് ഈ ഗ്രേവ്സ്? ഗ്രേവ്സ് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ കണ്ടിട്ടില്ല, ആളുകളെ മറവ് ചെയ്തിരിക്കുന്ന പ്ലേസ് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, ആളുകൾ കുഴിച്ചിട്ടിട്ട്. ക്രിസ്ത്യൻസിൻ്റെതാണ് കേട്ടോ. അതിങ്ങനെ അവരിങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങനെ സിമെന്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാവും ശവകുടീരങ്ങൾ അല്ലെ. അപ്പോ അതിനാണ് ഗ്രേവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ മുകളിലായിട്ട് സ്വാഭാവികമായിട്ടും അതിങ്ങനെ പച്ച പുല്ലുകളൊക്കെ ഇങ്ങനെ പതിച്ചിട്ടുണ്ടാവും. ചില സ്ഥലത്തൊക്കെ വൃത്തിയാക്കാറുണ്ട്, ചില സ്ഥലത്ത് നല്ല മനോഹരമായിട്ടുള്ള പച്ച പുല്ലുകൾ പതിച്ചിട്ടുണ്ടാവും. അതിന്റെ മുകളിൽ ഇങ്ങനെ പുല്ലുകൾ വന്ന് കിടക്കുന്നുണ്ടാവും. അതിന്റെ താഴെയാണ് ഇവരും
ഇവര് മറവ് ചെയ്തിട്ട് ഇവര് കുഴിച്ചിട്ടുണ്ടാവുക കേട്ടോ. അപ്പൊ ഗ്രേവ്സ് എന്ന് പറഞ്ഞ ആ ഒരു മീനിങ്ങിലാണ് കേട്ടോ. ക്ലിയർ? വാട്ട് ഈസ് റെഫേർഡ് ടു ആസ് മോത്ത് ഹവർ ഓഫ് ഈവ്? എന്താണ് വൈകുന്നേരങ്ങളിലെ ഈയാമ്പാറ്റ ടൈം അല്ലെ, മോത്ത് അവർ, പാറ്റ ടൈം എന്നൊക്കെ പറയാൻ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ് അല്ലെ. അതെന്താണെന്ന് നമ്മൾ ഓൾറെഡി വ്യക്തമായിട്ട് പറഞ്ഞതാണ്. മോത്ത് എന്ന് പറഞ്ഞാല് ഈയാമ്പാറ്റകളാണ്. ഈയാമ്പാറ്റകൾ വരാറുള്ളത് വൈകുന്നേരങ്ങളിലാണ് അല്ലെ. അപ്പോ ഇവിടെ വൈകുന്നേരമായി എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുന്നത് ഈയാമ്പാറ്റ വരുമ്പോഴാണ് അല്ലെ. അപ്പൊ മോത്ത് അവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? വൈകുന്നേരമായി എന്നാണ് ഉദ്ദേശിച്ചത് അല്ലെ. അപ്പൊ മോത്ത് അവർ കൊണ്ട് മീനിങ് എന്താ ഉദ്ദേശിച്ചത്? ഈവനിങ്, വൈകുന്നേരം എന്നാണ് കേട്ടോ. Then activity 2. The poem is in the form of ballad. A ballad is a poem, a song narrating story in a short saga. അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ പോം ബാലഡ് ആണ്. ബാലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നരേറ്റിംഗ്, സോങ് നരേറ്റ് ചെയ്യാണ്, ഒരു കഥ പാട്ടിന്റെ രൂപത്തിൽ പറയാണ്, ചെറിയ ചെറിയ സ്നാസുകളായിട്ട് കേട്ടോ. ബാലഡ് ആർ യൂഷ്വലി മ്യൂസിക്കൽ ആൻഡ് ഡ്രമാറ്റിക് അല്ലെ. ബാലഡ് പൊതുവെ എന്തായിരിക്കും? മ്യൂസിക്കൽ ആയിരിക്കും ആൻഡ് ഡ്രമാറ്റിക് ആയിരിക്കും. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ദാറ്റ് മേക്ക് ദിസ് പോം ടിപ്പിക്കൽ ബാലഡ് അല്ലെ. ഈ ഒരു പോം ഒരു ടിപ്പിക്കൽ ബാലഡ് ആണ് എന്നുള്ളതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണെന്നാണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. How does Yeats describe the character of Father Gilligan in the poem? Complete the following word web. അല്ലെ, നമ്മളെ ഫാദർ ഗില്ലിഗനെ കുറിച്ച് ഇവിടെ ഈറ്റ്സ് വ്യക്തമായിട്ടൊരു ക്യാരക്ടർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അത് ഈ ഒരു വേർഡ് വെബ് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നോക്കാം, ഫാദർ ഗില്ലിഗൻ എങ്ങനെയുള്ള ആളാണ്? റിലീജിയസ് ആണ്, വളരെ അധികം ദൈവവിശ്വാസിയാണ് അദ്ദേഹം. ഹംബിൾ ആണ് അല്ലെ, ഒരു എളിമയുള്ള വ്യക്തിയാണ്, ഏർണസ്റ്റ് ആണ് അല്ലെ, വളരെ ഏർണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹാർഡ് വർക്കിംഗ് ആണ് അല്ലെ, ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. ഒബീഡിയന്റ് ആണ്, അനുസരണയുള്ള വ്യക്തിയാണ്. ഡ്യൂട്ടി കോൺഷ്യസ് ആണ്, തന്റെ ജോലി ചെയ്യുന്ന കാര്യത്തിൽ അത്യധികം ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ്. പിറ്റി അല്ലെ, ഒരു മറ്റുള്ളവരോട് കരുണയും കാരുണ്യവും ഉള്ള വ്യക്തിയാണ്. ഫിയർ ഓഫ് ഗോഡ്, ദൈവത്തെ ഭയക്കുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ ഫാദർ ഗില്ലിഗനെ നമുക്ക് ഇതൊക്കെ അവരുടെ വരികളിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അദ്ദേഹം ആ ഫോർഗീവ്നെസ് പറഞ്ഞ് കരയുമ്പോഴും അദ്ദേഹത്തിന്റെ ദയയും, അദ്ദേഹം ആ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകും, അല്ല സ്പീഡിൽ കുതിര ഓടിച്ചു പോകുന്നതും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം ഹംബിൾ ആണ്, ഏർണസ്റ്റ് ആണ്, ഹാർഡ് വർക്കിംഗ്, ഒബീഡിയന്റ്, ഡ്യൂട്ടി കോൺഷ്യസ്, പിറ്റി, ഫിയർ ഓഫ് ഗോഡ്, റിലീജിയസ് പേഴ്സണും കൂടിയാണ്. ഇത്രയും ക്യാരക്ടേഴ്സ് ഫാദർ ഗില്ലിഗന്റെ തന്നെയാണ് കേട്ടോ. Then activity 4. Read the poem again and pick out the instance of simile used in the poem. അല്ലെ, എന്ത് ചെയ്യാണ്? അതിൽ യൂസ് ചെയ്തിട്ടുള്ള സിമിലീസ് നോക്കാനാണ് അല്ലെ. സിമിലി കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്താണ് മക്കളെ? പോമിൽ പോയിട്ട് ലൈക്കും ആസും ഉണ്ടോ നോക്കിയാൽ മതി അല്ലെ. നിങ്ങളുടെ എക്സാമിനൊക്കെ ചിലപ്പം ചാപ്റ്ററായിട്ട് ബന്ധമില്ലാത്ത പോമുകളായിരിക്കും നിങ്ങൾക്ക്. ചാപ്റ്ററത്തെ ആകുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചോണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷെ ചാപ്റ്ററിൽ ഇല്ലാത്ത, നമ്മുടെ ബുക്കിൽ ഇല്ലാത്തതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന പോം എന്ന് അപ്രിസിയേഷൻ ഒക്കെ എഴുതാൻ വരുന്നത് ബുക്കിൽ ഇല്ലാത്ത പോമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കണ്ടുപിടിക്കുക. ലൈക്കും ആസും ഒക്കെ ഉണ്ടോ നോക്കുക. അപ്പൊ എന്ത് കണ്ടുപിടിക്കുക? ലൈക്കും ആസും ഉണ്ടെങ്കിൽ എന്താണ് മക്കളെ? സിമിലിയാണ് അല്ലെ. ഇത് ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് കാലമായിട്ട് സിമിലിയൊക്കെ പോമിൽ നിന്ന് എടുത്ത് എഴുതുന്ന മക്കളാണ് നിങ്ങളല്ലേ. സോ നമുക്ക് നോക്കാം. ഹി ടേൺഡ് ആൻഡ് ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ് അല്ലെ. ഇവിടെ നോക്കിയേ, ആസ് മെറി ആസ് എ ബേർഡ് എന്ന് ആസ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അദ്ദേഹം എങ്ങനെയാണ് മരിച്ചു പോയത്? ഒരു പക്ഷിയെ പോലെ അല്ലെ. ഒരു മനുഷ്യനെയും പക്ഷിയെയുമാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ അതാണ് ഇവിടുത്തെ സിമിലി. Then activity 5. Yeats uses a number of images in the poem to provide sensory experience for readers. Sure ആണ്. നമ്മൾ ഓൾറെഡി ഇതിലെ പോയറ്റിക് ഡിവൈസ് പറഞ്ഞതാണ്. അദ്ദേഹം ഒരുപാട് ഇമേജിനറികളെ, ഒരുപാട് ഓഡിറ്ററിയും വിഷ്വലും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള ഇമേജുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിക്ക് ഔട്ട് ദി ഇൻസ്റ്റൻസ് ഓഫ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജസ് ഓഫ് ദ പോയം അല്ലെ. വിഷ്വലും ഓഡിറ്ററി ഇമേജസ് ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ പോമിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ ഓൾറെഡി വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജസ് പറയുന്നതാണ് കേട്ടോ. നമുക്ക് ഇവിടെ നോക്കാം. വിഷ്വൽ ഇമേജസ്, ഗ്രീൻ സോഡ് അല്ലെ, ആ പച്ച പുൽത്തകിടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റാറുകൾ ഒളിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ കാണാം അല്ലെ. മോത്ത്, ഈയാമ്പാറ്റുകൾ നിങ്ങൾക്ക് കാണാം, വിഷ്വലാണ്. റോക്കി ലൈൻ, പാറക്കെട്ടുകൾ തീർന്ന വഴി, ഇടവഴി. ഫെൻ, ചതുപ്പ് നിലയം.
ഇതെല്ലാം പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ ആ പോം വരുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വിഷ്വൽ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും അല്ലെ. ദെൻ നിങ്ങൾക്ക് പോം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പോം വായിക്കുമ്പോൾ എന്തൊക്കെ ശബ്ദങ്ങളാണ് ആ പോമിന്റെ നിങ്ങൾക്ക് കേട്ടിട്ടുള്ളത്? സ്പാരോ ചെറുപ്പില്ലേ, രാവിലെ വന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കുരുവികള് ചിർപ്പിംഗ് സൗണ്ട് ഉണ്ടാവില്ല, അവരുടെ ചിലക്കുന്ന ശബ്ദം. പ്രേ, ദൈവത്തോട് അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ പ്രേ സൗണ്ട് നമുക്ക് കേൾക്കാം. ദൈവമേ എനിക്ക് മാപ്പ് തരൂ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ വോയിസ് നമുക്ക് കേൾക്കാം. ലീവ്സ് ഷേക്കിംഗ് ഇൻ ദ വിൻഡ് അല്ലെ, കാറ്റിലൂടെ ഇങ്ങനെ അടിക്കുന്ന ശബ്ദം. ഓപ്പണിംഗ് ദ ഡോർ, ആ ഡോറ് തുറക്കുന്ന ശബ്ദം. അതുപോലെ റൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, റൈഡ് ദ ഹോഴ്സ് ചെയ്യുന്നുണ്ട് അല്ലെ, റൈഡ് ഹോഴ്സ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഹോഴ്സിന്റെ പുറത്ത് റൈഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ ശബ്ദം കേൾക്കും. ഓപ്പണിംഗ് ദ ഡോർ, ഡോറ് തുറക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റും അല്ലെ. ആ വിഡോ വന്നിട്ട് ഡോറ് തുറക്കുന്നുണ്ട്, അപ്പൊ ആ ശബ്ദം അത് കേൾക്കാൻ പറ്റും അല്ലെ. നോക്കാം അടുത്തത് ആക്ടിവിറ്റി 6. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഒക്കെ അല്ലെ. ഈ ലൈൻസുകളൊക്കെ നിങ്ങൾ ഒന്നും കൂടെ അങ്ങോട്ട് വായിച്ചു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കില്ലേ മക്കളെ. The old priest Peter Gilligan was weary night and day. For half his flock were in their beds or under green swords. Once while he nodded in a chair, the moth hour of the eve, another poor man sent for him and he began to grieve. ഇത് എന്താണ് മക്കളെ കാണുന്നത്? റൈമിംഗ് വേർഡ്സ് ആണ് അല്ലെ. നിങ്ങൾക്ക് ഇത് റൈമിംഗ് വേർഡ്സ് അല്ലേ? നോക്കി ഇവിടെ നമ്മൾ റൈമിംഗ് സ്കീം എഴുതുമ്പോ എ എഴുതും, ബി എഴുതും, ഇവിടെ സി എഴുതും, വീണ്ടും എ എഴുതും അല്ലെ. ഇവിടുത്തെ നമ്മുടെ റൈമിംഗ് സ്കീം എന്തായിരുന്നു? എ ബി സി എ ഇതായിരുന്നു അല്ലെ. എ ബി സി എ ആയിരുന്നു നമ്മുടെ റൈമിംഗ് സ്കീം അല്ലെ. വീണ്ടും നമ്മൾ ഇവിടെ എങ്ങനെ വരും? ഇതാ ഇവിടെ എന്ത് വരുന്നുണ്ട്? ഈവ് വരുന്നുണ്ട്. ഈവിന്റെ റൈമിംഗ് സ്കീം തൊട്ട് താഴെ ഇവിടെയും വരുന്നുണ്ട്. വീണ്ടും അങ്ങനെ തന്നെയാണ് വരുന്നത്. എ ബി സി വീണ്ടും ബി. ഓക്കെ, ഇതാണ് റൈമിംഗ് സ്കീം വരുന്നത് അല്ലെ. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെയറും ഹിമ്മും എന്തായാലും ഒരേ സൗണ്ടിൽ അവസാനിക്കുന്നില്ല. അങ്ങോട്ട് നോക്കി, ഗിലിഗൻ ബേർഡ്സ് ഒരേ സൗണ്ടിലാണോ അത് അവസാനിക്കുന്നത്? അല്ല അല്ലെ. അപ്പൊ എ നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് ഡേ കിട്ടും, ഡേന്റെ കൂടെ ലേ കിട്ടും. അപ്പൊ ബിയും കിട്ടും. ഇവിടെ എന്തെന്നെയാ വരുന്നത്? ബി തന്നെയാണ് വരുന്നത് അല്ലെ. എന്താണ്? എ ബി സി ബി. സോറി, എ ബി സി ബി ആണ് കേട്ടോ. സോറി, എ ബി സി ബി ആണ് കേട്ടോ. എ ബി സി ബി ആണ്. ABCB pattern. Okay, ABCB അല്ലെ. ABCB. ഓക്കെ, ഇതാണ് ഒരു റൈമിംഗ് സ്കീം വരുന്നത് കേട്ടോ. കാരണം ഡേ ലേ ഈവ് ഗ്രീവ് അല്ലെ, ഇത്രയാണ് റൈമിംഗ് സ്കീം വരുന്നത്. ഇത് നിങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അങ്ങനെ ചെയ്യാൻ കഴിയും കേട്ടോ. Look at the words given in the board. They are rhyming words. Pick out the rhyming words from the poem. Now identify, write the rhyming scheme of the poem. അല്ലെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് റൈമിംഗ് സ്കീം എങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്? എ ബി സി ബി അല്ലെ, ഇതായിരുന്നു റൈമിംഗ് സ്കീം കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇങ്ങനെയാണ് നമുക്ക് റൈമിംഗ് വേർഡ്സ് കിട്ടിയത്. സോ അതിന്റെ റൈമിംഗ് സ്കീം എന്തായിരുന്നു? എ ബി സി ബി എന്ന് പറയുന്നതായിരുന്നു അതിന്റെ റൈമിംഗ് സ്കീം. നോക്കാം. റൈമിംഗ് സ്കീം ഈസ് ദ പാറ്റേൺ ഓഫ് ദ റൈം അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ലൈൻ ഓഫ് ദ പോം ആൻഡ് സോങ് അല്ലെ. ആ റൈമിംഗ് സ്കീം നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ലാസ്റ്റ് വരുന്ന പാറ്റേൺ ഓഫ് റൈമിനെ നോക്കിയിട്ടാണ്. ലാസ്റ്റ് വരുന്ന വേർഡുകൾ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ കിട്ടുന്ന ഒരു റൈംസ് ഉണ്ട് അല്ലെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റൈമിംഗ് സ്കീം തയ്യാറാക്കുന്നത്. It is usually referred to by using letters to indicate which lines rhyme. Line designated with the same letter rhyme with each other അല്ലെ. സെയിം ലെറ്റർ വരുന്ന ലൈൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന റൈമിംഗ് സ്കീം ഉണ്ടാക്കുന്ന. റൈമിംഗ് സ്കീം പിന്നെ ഈസി ആയതുകൊണ്ട് ഒരു വിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് റൈമിംഗ് വേർഡ്സ് നോക്കാം. ഡൈ, ഐ, സ്ലീപ്പ്, peep, wind, mankind, more, floor, chair, care, fen, again. റൈമിംഗ് സ്കീം എന്താണ് മക്കളെ വരുന്നത്? ഒന്ന് പറഞ്ഞേ. എ ബി സി ബി അല്ലെ. ക്ലിയർ ആണല്ലോ. ഡൈ, ഐ, അസ്ലീപ്, പീപ്പ്, വിൻഡ്, മാൻകൈൻഡ്, മോർ, ഫ്ലോർ, ചെയർ, കെയർ, ഫെൻ, അഗെയിൻ. ഇതാണ് റൈമിംഗ് വേർഡ്സ് വരുന്നത്. അതിന്റെ റൈമിംഗ് സ്കീം വരുന്നത് ദിസ് വൺ അല്ലെ. റൈമിംഗ് സ്കീം ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഇപ്പൊ ആ പോം നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കാനാവുന്ന രീതിയിലോട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇതും കൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ.
Then activity 7. The poem takes the form of the ballad, which is traditionally sung and has a snazak pattern telling the story of a Father Gilligan. You can see the line moving back and forth between stressed syllable. അല്ലെ, നമ്മൾ ഈ ഒരു പോം പറയുമ്പോൾ സ്ട്രെസ്ഡ് സിലബിൾ ബാക്കിലോട്ടും മുമ്പിലോട്ടും ഇങ്ങനെ പോകുന്ന സ്ട്രെസ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ലൈനിൽ ഇങ്ങനെ പോം സ്ട്രെസ് സിലബിൾ, നമ്മൾ പോം ചെല്ലുന്നത്, പോം റെസിറ്റേഷൻ ചെല്ലുന്നവര് ഇത് നോക്കിയിട്ടാണ് പോം റെസിറ്റേഷൻ ചെല്ലുക അല്ലെ. ഇങ്ങനെ കയറി താന്നും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ സ്ട്രെസ് ചെയ്ത് കൊടുക്കേണ്ട വേർഡുകൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് നോ റെസ്റ്റ് നോർ ജോയ് നോർ പീസ് അല്ലെ. ഇത് നമുക്ക് പറയാം, ഐ ഹാവ് നോ റെസ്റ്റ് നോർ ജോയ് നോർ പീസ്. നമുക്ക് എവിടേക്കാണ് സ്ട്രെസ് പോകുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. For people die and die, അല്ലെ, and after cried he God forgive and my body spake not I, അല്ലെ. ഇവിടെ ചില വേർഡുകൾ ഞാൻ പറയുമ്പോൾ കുറച്ച് സ്ട്രെസ് കൂട്ടിയിട്ടും ചിലത് സ്ട്രെസ് കുറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. അതിനെയാണ് സ്ട്രെസ്ഡ് സിലബസ് എന്ന് പറയുന്നത്. നോക്കാം അടുത്തത്. Trying to recite the poem by reciting give stress or emphasize the syllables highlighted അല്ലെ. ഈ പോം നിങ്ങൾ ചൊല്ലി നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ, ഇങ്ങനെ ഞാൻ ഇപ്പൊ ചൊല്ലിയ പോലെ അതിന്റെ സ്ട്രെസ് കൊടുക്കേണ്ട വേർഡുകൾക്കൊക്കെ സ്ട്രെസ് കൊടുത്ത് കുറച്ച് വോയിസിൽ ഇങ്ങനെ സ്ട്രെസ് കൊടുക്കുക, ചിലതിനൊക്കെ സ്ട്രെസ് കുറവ് കൊടുക്കുക. അങ്ങനെയുള്ള സ്ട്രെസ് സിലബിൾസ് നോക്കിയിട്ട് നിങ്ങൾ ഇത് നോക്കാനാ പറഞ്ഞിട്ടുള്ളത്. The stress pattern gives the poem rocking motion. Now recite the poem individually and then the group. Think of the reciting and the stanza from the poem with the same rhythm. Mark the syllable which is to be stressed അല്ലേ. അപ്പൊ നിങ്ങളുടെ ചാപ്റ്ററിൽ അല്ലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് സ്ട്രെസ്ഡ് സിലബസ് രേഖപ്പെടുത്തിയിട്ട് 4 വരി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് സ്ട്രെസ് ചെയ്തിട്ട് തന്നെ പാടി നോക്കുക. അതിനുശേഷം വരുന്ന 4 ലൈൻസിലും നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു അതേ പാറ്റേണിൽ സ്ട്രെസ്ഡ് സിലബസിനൊക്കെ സ്ട്രെസ് കൊടുത്ത് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആ പോം കേൾക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വേറെ വൈബ് കിട്ടും കേട്ടോ മക്കളെ. അതാണ് വെറുതെ നിന്ന് ചൊല്ലുന്നതിനാട്ടിലും ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കവിതകൾ കേൾക്കുമ്പോൾ എങ്ങനെയാ ഈ സ്ട്രെസ് അനുസരിച്ച് നമുക്ക് കേൾക്കുമ്പോൾ കണ്ടോ, ഐ ഹാവ് നോ റെസ്റ്റ് നോർ ജോയ് നോർ പീസ് ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ ആൻഡ് ആഫ്റ്റർ cried he God forgive me my body spake not I. നമ്മൾ സ്ട്രെസ് ഒക്കെ കൊടുത്ത് വേണം പോകുമ്പോൾ നോക്കാൻ കേട്ടോ. ഇങ്ങനെ ചൊല്ലി നോക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. A syllable is a unit of organization of a sequence of the speech sound അല്ലെ. ഒരു സിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. നമുക്കൊരു ഒറ്റ ബ്രീത്തിൽ പറയാൻ കിട്ടുന്നത് ഇതാ ഒറ്റ സിലബിൾ ഉള്ള ഒരു വേർഡ് ഞാൻ കാണിച്ചു തരാം. ബോയ്. ബോയിന്റെ ഇടയിൽ നമുക്ക് ബ്രീത്ത് പോകുന്നുണ്ടോ? ഇല്ല. ബോയ് അല്ലെ, ബോയ് ഒറ്റ സിലബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. ബോയ് നമ്മുടെ ഒറ്റ ബ്രീത്തിൽ നമുക്കത് കിട്ടുന്നുണ്ട്. ചിലത് 2-3 ബ്രീത്ത് വേർഡ്, ഐ മീൻ 2 കുറച്ച് വലിയ വേർഡൊക്കെ ആണെങ്കിൽ അങ്ങനെ വരും അല്ലെ. ഇപ്പോ എഡ്യൂക്കേഷൻ, വിസ്ഡം ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒറ്റ ബ്രീത്തിലാണോ കിട്ടുന്നത്? അല്ല, അതിന്റെ ഇടയിലൊക്കെ 2-3 സിലബിൾസ് വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഒറ്റ സിലബിളുള്ള വേർഡാണ് ഇതൊക്കെ കേട്ടോ. ഈ സിലബിളിനെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രെസ്സുകൾ നോക്കുന്നത്. നോക്കാം. The word water is composed of the syllables wa and ter അല്ലെ. വാട്ടർ അല്ലെ. ഇവിടെ 2 syllables നമുക്ക് കാണുന്നുണ്ട്. വാട്ടർ അല്ലെ. നോക്കാം. അടുത്തത്, he rode now as he never rode by rocky line and fen. The sick man's wife opened the door. Father, you come again അല്ലെ. ഇതിൽ ഒരുപാട് സിംഗിൾ സിലബിൾസും വരുന്നുണ്ട്, അതുപോലെ more than 2 or 3 സിലബിൾസ് വരുന്നതും ഉണ്ട് കേട്ടോ. Then activity 8. Sit in a group and choreographic the poem who have followed the step given below അല്ലെ. മക്കളെ ഈ പോം നല്ല അടിപൊളി ഒരു പോമാണ്. നിങ്ങൾക്ക് ഇത് അഭിനയിച്ചൊക്കെ സ്കിറ്റൊക്കെ തയ്യാറാക്കി അഭിനയിച്ചൊക്കെ കാണിക്കാനൊക്കെ പറ്റുന്ന ഒരു പോമാണ് അല്ലെ. ഈ ഒരു ദുരന്ത ട്രാജഡി സ്റ്റോറി. ഈ പോം നിങ്ങളോട് അത് തന്നെയാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. Recite the poem and pick out the images from that. അതിൽ നിന്ന് അതിന്റെ പോം വായിച്ചിട്ട് അതിൽ നിന്ന് ഇമേജസുകളൊക്കെ പുറത്തോട്ട് എടുക്കാനാണ്. ഓൾറെഡി നമ്മൾ വിഷ്വൽ ഇമേജസുകളും ഓഡിറ്ററി ഇമേജസും ഒക്കെ പുറത്തെടുത്ത് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. Then list out the events of the poem and plan how to present them. എന്നിട്ട് അതിലുള്ള ഓരോ സാഹചര്യങ്ങൾ എടുക്കുക. എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹം ക്ഷീണിച്ചിങ്ങനെ വന്നിരിക്കുന്ന ഒരു ഇവന്റ് നിങ്ങൾക്ക് കാണിക്കാം. അപ്പൊ ഒരാൾ വന്നിട്ട്
ഓടി വന്നിട്ട് പറയുന്ന ഒരു ഇവന്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അദ്ദേഹം പോയി കഴിയുമ്പോൾ അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അറിയാതെ പോയി പറയും. പിന്നെ അദ്ദേഹം മാപ്പ് ചോദിച്ച് അറിയാതെ ചാരിപ്പോകുന്ന ഒരു ഇവന്റ് കിട്ടും. ശേഷം അദ്ദേഹം പെട്ടെന്ന് എണീറ്റ് കുതിരമ്മ ഓടിപ്പോകുന്ന ഒരു ഇവന്റ് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് അത് വിഡോ ആയിട്ടുള്ള ആളുടെ സിക്ക് ആയിട്ടുള്ള വ്യക്തിയുടെ വൈഫ് വന്നിട്ട് ഡോറ് തുറക്കുന്നതും അവർ തമ്മിലുള്ള കോൺവെർസേഷന്റെ ഒരു ചെറിയൊരു ഇത് കിട്ടും. ശേഷം അദ്ദേഹം ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു ഇവന്റ് നിങ്ങൾക്ക് കിട്ടും. അതിന്റെ ഇടയിൽ വേണമെങ്കിൽ ദൈവം വന്നിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഏഞ്ചലിന്റെ രൂപത്തിൽ വന്നിട്ട് ചെയ്യുന്ന ഒരു ഇവന്റും കൂടെ കിട്ടും അല്ലെ. Then write a script for choreographing the poem അല്ലെ. ഇനി ഈ പോമിന് നിങ്ങൾ നല്ല സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. ഇതിലെ ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഇതിലെ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാം ആരൊക്കെ ഉണ്ട്. ഗിലിഗൻ ഉണ്ട്, പിന്നെ വരുന്ന ഒരാൾ വരുന്നുണ്ട്, ഒരാളുടെ വൈഫ് വരുന്നുണ്ട്, ദൈവത്തിനും ചെറിയൊരു ക്യാരക്ടർ ഉണ്ട് അല്ലെ. അതുപോലെ ഡയലോഗുകൾ ഉണ്ട് അല്ലെ. അവരുടെ ഒരാൾ വന്നിട്ട് വിളിക്കുന്ന ഡയലോഗ്സ് ഉണ്ട്, അദ്ദേഹം ശപിക്കുന്നത്, ദൈവത്തോട് മാപ്പ് പറയുന്നത്, അതേപോലെ തന്നെ വൈഫ് തന്ന ഡോർ തുറക്കുന്നതും വൈഫും ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഒരുപാട് ഇമേജിനുകളും ഓഡിറ്ററി ഇമേജുകളുണ്ട്. അതും മാക്സിമം ഉപയോഗിക്കുക. ദെൻ പ്രസന്റ് കൊറിയോഗ്രാഫി എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ നല്ല അടിപൊളിയായിട്ട് അങ്ങ് ചെയ്ത് കാണിച്ചു കൊടുക്കുക മക്കളെ. ക്ലിയർ ആയല്ലോ? സോ ഇത്രയുമാണ് നമ്മുടെ ആക്ടിവിറ്റീസ് വരുന്നത്. സിമ്പിൾ പോം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ, സിമ്പിൾ ആക്ടിവിറ്റീസ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.